ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് 2,70,000 രൂപയാണ് സബ്സിഡി ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അത് 2 ഗഡുക്കളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 60% ആദ്യ ഗഡുവായിട്ടും 40% രണ്ടാം ഗഡുവായിട്ടാണ് നൽകുന്നത്. നമ്മൾ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവും സംയുക്തമായിട്ട് കാർഷിക മേഖലയിലെ സമഗ്രമായിട്ടുള്ള തോട്ടവിളകളുടെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് MIDH, അഥവാ നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയും. സെൻട്രൽ ഗവൺമെൻറ് മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്നുള്ള പേരിലുള്ള ഒരു ഏജൻസി മുഖാന്തരമാണ് നമ്മളുടെ സമഗ്രമായിട്ടുള്ള നമ്മുടെ തോട്ടവിളകളുടെ വികസനത്തിനും അതുപോലെ തന്നെ പുനരുദ്ധാരണത്തിനും വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത ഫണ്ടിങ്ങോട് കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകർക്ക് ഒരുപാട് സഹായകമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആണ് കൂടുതൽ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടൊക്കെ നിലനിർത്താൻ പറ്റിയ ക്രോപ്പുകൾ. അപ്പോൾ അത്തരം ക്രോപ്പുകൾക്ക് കൃഷി നടത്താനും അതുപോലെ തന്നെ അത് വികസിപ്പിക്കാനും കൂടുതൽ ഏരിയയിലോട്ട് നടത്താനും അതിൻ്റെ വിത്ത് മുതൽ വിപണനം വരെയുള്ള എല്ലാ മേഖലയിലും MIDHൻ്റെ വിവിധ രീതിയിലുള്ള പദ്ധതികൾ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഈ MIDHൻ്റെ വ്യത്യസ്ത പദ്ധതികളും അതിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും നമ്മളുടെ കൊണ്ടോട്ടിയും അതുപോലെ തന്നെ അരീക്കോട് ബ്ലോക്കിൻ്റെയും ഫീൽഡ് MIDHൻ്റെ ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചിത്ര നിങ്ങളോട് ഓരോ സ്കീമും എന്താണ്, അതിലെന്തൊക്കെയാണ് കർഷകർക്ക് ലഭിക്കുന്ന കാര്യങ്ങളൊന്നും അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ചിത്ര നിങ്ങൾക്ക് പറഞ്ഞു തരും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിലൂടെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മേഖലകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഹോർട്ടിക്കൾച്ചർ പദ്ധതികളുടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിൻ്റെ വിത്ത്, ഗുണമേന്മയുള്ള വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കുക, വിള വിസ്തൃതി വ്യാപനം, നിലവിലുള്ള തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, സംരക്ഷിത കൃഷി എന്നിവയിലൂടെയാണ് നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രധാനമായും പദ്ധതികൾ അവലംബിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിദേശ പഴങ്ങളുടെ ഏരിയ എക്സ്പാൻഷൻ, അതായത് വിള വിസ്തൃതി വ്യാപനമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് മാവ് കൃഷി വ്യാപനം, പ്ലാവ് കൃഷി വ്യാപനം, റംബൂട്ടാൻ, അതേപോലെ തന്നെ പഴവർഗ്ഗ കൃഷിക്ക്, അതായത് ബനാന ഏരിയ എക്സ്പാൻഷൻ, പപ്പായ ഏരിയ എക്സ്പാൻഷൻ, പൈനാപ്പിൾ ഏരിയ എക്സ്പാൻഷൻ തുടങ്ങിയതും, സുഗന്ധ വ്യഞ്ജന കൃഷി വ്യാപനം, അതേപോലെ തന്നെ പോളി ഹൗസ്, പാക്ക് ഹൗസ് എന്നിവയുടെ നിർമ്മാണം, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, അതേപോലെ സോളാർ വൈദ്യുതി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് വേലി നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിൽ കൂടാതെ തന്നെ നമ്മളുടെ സംരക്ഷിത കൃഷികളിൽ ആൻറ്റി ബേർഡ് നെറ്റ്, വീഡ് മാറ്റ്, പ്ലാസ്റ്റിക് പുതയിടൽ തുടങ്ങിയ പദ്ധതികളും നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. ബനാന ഏരിയ എക്സ്പാൻഷൻ അഥവാ ടിഷ്യൂ കൾച്ചർ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 70,000 രൂപയാണ് നമ്മൾ സഹായധനമായിട്ട് നൽകുന്നത്. അത് ഒറ്റഘട്ടമായിട്ടാണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ റംബൂട്ടാൻ ഏരിയ എക്സ്പാൻഷൻ, ഈ റംബൂട്ടാൻ ഏരിയ എക്സ്പാൻഷൻ 1 ഹെക്ടർ സ്ഥലത്ത് നമ്മൾ വിള വിസ്തൃതി വ്യാപനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ 50,000 രൂപയാണ് സഹായധനമായിട്ട് കൊടുക്കുന്നത്. അത് 2 ഗഡുക്കളായിട്ടാണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. 1-ാം വർഷം ആദ്യ ഗഡുവും 2-ാം വർഷം 2-ാം ഗഡുവുമായിട്ടാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. പ്ലാവ് കൃഷി വിള വിസ്തൃതി വ്യാപനം, അതിന് നമ്മൾ 1 ഹെക്ടർ സ്ഥലത്തേക്ക് 30,000 രൂപയാണ് സഹായധനമായിട്ട് നൽകുന്നത്. ആദ്യ വർഷം 60%, രണ്ടാമത്തെ വർഷം അതിൻ്റെ 40%-വുമായിട്ടാണ് സഹായധനം കർഷകരിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ഫ്ലവർ ഏരിയ എക്സ്പാൻഷൻ, അതായത് ഓർക്കിഡ്, ആൻഡൂറിയം, ജെർബറ തുടങ്ങിയ കട്ട് ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 യൂണിറ്റിന് അഥവാ 1000 ചട്ടികൾ കൃഷി ചെയ്യുന്നതിന് ഏകദേശം 50,000 രൂപയാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത്. അതും 60% ആദ്യ ഗഡുവായിട്ടും 40% 2-ാം ഗഡുവായിട്ടുമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. പ്ലാവ് ഏരിയ എക്സ്പാൻഷൻ, അതായത് പ്ലാവ് കൃഷി വിള വിസ്തൃതി വ്യാപനത്തിലൂടെ നമ്മൾ സബ്സിഡി ആയിട്ട് നമ്മൾ കർഷകർക്ക്, അതായത് 1 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് നമ്മൾ 50,000 രൂപയാണ് സബ്സിഡി ആയിട്ട് നൽകുന്നത്. കൂടാതെ ഹൈബ്രിഡ് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായധനവും നമ്മളുടെ മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്നുള്ള പദ്ധതിയിൽ ലഭ്യമാണ്. അത് 1 ഹെക്ടർ സ്ഥലത്തേക്ക് 24,000 രൂപയാണ് നമ്മൾ സഹായധനമായിട്ട് നൽകുന്നത്. കൂടാതെ ലൂസ് ഫ്ലവർ പദ്ധതിയിൽ
SHM അതായത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി സബ്സിഡി അലോട്ട് ചെയ്യുന്നത് 40% സബ്സിഡിയാണ്. അത് 20,000 രൂപയാണ് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ചെണ്ടുമല്ലി കൃഷിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ തന്നെ കുരുമുളക്, ജാതി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിസ്തൃതി വ്യാപനത്തിനും നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് 40,000 രൂപയാണ് കാർഷിക ആനുകൂല്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. സംരക്ഷിത കൃഷി എന്ന് പറയുന്നത് നമ്മളതിൽ വരുന്നത് പ്ലാസ്റ്റിക് പുതയിടല്, അതുപോലെ തന്നെ വീഡ് മാറ്റ്, ആന്റി ബേർഡ് നെറ്റ് തുടങ്ങിയവയാണ് വരുന്നത്. അതിനും 50% ആണ് സബ്സിഡി. അത് ആന്റി ബേർഡ് നെറ്റിന്റെ കേസിലാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറിന് 25 രൂപയാണ് നമ്മൾ കാർഷിക ആനുകൂല്യമായിട്ട് നൽകുന്നത്. വീഡ് മാറ്റിന് 25 രൂപയാണ് 1 മീറ്റർ സ്ക്വയറിന് നമ്മൾ സബ്സിഡി ആയിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ആന്റി ബേർഡ് നെറ്റ്, വീഡ് മാറ്റ് കൂടാതെ പ്ലാസ്റ്റിക് പുതയിടുന്നതിന് നമ്മൾ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് 20,000 രൂപയാണ് സബ്സിഡി ആയിട്ട് നൽകുന്നത്. ഇത് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഈ പ്ലാസ്റ്റിക് പുതയിടൽ എന്നുള്ള പദ്ധതി കൂടുതലായിട്ടും ചെയ്യുന്നത്. കൂടാതെ പോളി ഹൗസ് നിർമ്മാണം, ഷെയ്ഡ് നെറ്റ് നിർമ്മാണം, റെയിൻ ഷെൽട്ടർ തുടങ്ങിയെല്ലാം നമ്മുടെ പദ്ധതിയിൽ നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. MIDH പദ്ധതികളുടെ വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതിന് അപേക്ഷ സ്വീകരിക്കുന്നതും കൃഷിഭവനുകളിലൂടെ തന്നെയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് കൃഷിയാണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷ, നികുതി ഷീറ്റിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി എന്നിവ അടങ്ങുന്ന അപേക്ഷാ ഫോം കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത പദ്ധതികളുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ സബ്സിഡി കിട്ടാനും ഉപയോഗപ്പെടുത്താനും പറ്റിയ ഒരു സ്കീമാണ് ഈ MIDH എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ വരുമാന ആദായകമായിട്ട് ഇപ്പോൾ കാണുന്ന വിളകളാണ് റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ ജാതി, കുരുമുളക്. ഇപ്പോൾ യുവാക്കളൊക്കെ ഒരുപാട് പേര് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ വരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ഏരിയയിൽ ഒരു മിനിമം 25 സെന്റ് അല്ലെങ്കിൽ 50 സെന്റ് ഒരു ഏക്കർ, അങ്ങനെ കൂടുതൽ ഏരിയയിൽ നല്ലൊരു തോട്ടമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണ് ഇതിന്റെ പ്രയോജനം. അല്ലാതെ നമ്മൾ എക്സിസ്റ്റിംഗ് തോട്ടത്തിൽ ഇടയിൽ വെക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ചെയ്യുന്നതിനോ ഒന്നും ഈ സ്കീമിലൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കൂടുതൽ ഏരിയയിൽ നല്ല രീതിയിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന കർഷകർ ഇപ്പോൾ ഒരു സുരക്ഷാ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് സുരക്ഷാ പോർട്ടലിൽ കൂടി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾ ഫാർമർ ID, നമ്മുടെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനൊക്കെ മിക്ക കർഷകരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ID ഉള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ഈ സുരക്ഷാ പോർട്ടൽ വഴി പദ്ധതിക്ക് അപേക്ഷ കൊടുക്കാനെല്ലാം പറ്റുന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പെട്ടെന്നൊരു ദിവസം കൃഷിഭവനിൽ പോയിട്ട് ഞാൻ ഇന്നത് ചെയ്യുന്നു, എനിക്ക് സബ്സിഡി വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുൻകൂട്ടി നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കൃഷിഭവനെ അറിയിക്കുക. അപ്പോൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ അത് പ്രകാരം ജില്ലാതല മീറ്റിങ്ങുകളിലും ബ്ലോക്ക് തല മീറ്റിങ്ങുകളിലും ഈ കാര്യം അറിയിക്കും. അത് വെച്ച് നമുക്ക് ടാർഗറ്റ് അടിസ്ഥാനത്തിലാണ് ഒരു വർഷം എത്ര അലോട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ അത് ആർക്കാണോ അത്യാവശ്യമുള്ളത് അവർ ചോദിച്ചു വാങ്ങുന്ന രീതിയിലാണ് ഈ ഫണ്ടൊക്കെ കിട്ടുക. അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അറിയിച്ചാൽ നിങ്ങളെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഈ സബ്സിഡി നിങ്ങൾക്ക് കിട്ടാനും ഇതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും പറ്റും. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു തോട്ടം ഉണ്ടാക്കാനോ ആ രീതിയിൽ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനുള്ള കർഷകർ